നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2023-24 സീസണിലെ PFA അവാർഡ്സ് സമ്മാനിച്ചല്ലോ. അതിൽ PFA പ്രീമിയർ ലീഗ് ടീം ഓഫ് ദി ഇയർ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ ഒരു 11ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിറ്റിയുടെയും ആഴ്സണലിൻ്റെയും താരങ്ങൾ അതിലങ്ങ് ഡൊമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. സിറ്റിയിൽ നിന്ന് ഒന്ന് എർലിംഗ് ഹാലൻഡ് തന്നെയാണ് ഗോൾഡൻ ബൂട്ട് വിന്നറായിരുന്നു പോയ സീസണിൽ. അദ്ദേഹം ഈ ഒരു ടീം ഓഫ് ദി ഇയറിൽ ഇടം പിടിക്കുന്നു. PFA പ്രീമിയർ ലീഗ് ടീം ഓഫ് ദി ഇയറിൽ ഇടം പിടിക്കുന്നു. അപ്പോൾ റോഡ്രി മധ്യനിരയിലും ഇന്നും പ്രകടനമാണ് പോയ സീസണിൽ കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. രണ്ടാം തവണയാണ് അദ്ദേഹം ഈ ഒരു PFA പ്രീമിയർ ലീഗ് ടീം ഓഫ് ദി ഇയറിൽ ഇടം പിടിക്കുന്നത്. പിന്നെ സിറ്റിയിൽ നിന്നുള്ളത് ഫിൽ ഫോഡനാണ്. ഫോഡൻ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡും സ്വന്തമാക്കി മിന്നും പ്രകടനം നടത്തിയ ഒരു സീസണാണ്. സോ അദ്ദേഹവും ഈ ഒരു ടീമിൽ ഇടം പിടിക്കുന്നുണ്ട്. ഒപ്പം സിറ്റി നായകനായിരുന്ന കെയിൽ വാക്കർ കൂടി ഇടം പിടിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 47 അപ്പിയറൻസുകളാണ് പോയ സീസണിൽ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് നടത്തിയിട്ടുള്ളത്. PFA ടീം ഓഫ് ദി ഇയറിൽ 4ാം തവണയാണ് കെയിൽ വാക്കർ ഇടം പിടിക്കുന്നത്. ഇനി ലീഗിലെ റണ്ണേഴ്സപ്പ് ആയിട്ടുള്ള ആഴ്സണലിൽ നിന്ന് 5 താരങ്ങളാണ് ഈ ഒരു ടീം ഓഫ് ദി ഇയറിലുള്ളത്. ഒന്ന് കീപ്പർ ഡേവിഡ് റയയാണ്. അദ്ദേഹമായിരുന്നു പോയ സീസണിൽ ഗോൾഡൻ ഗ്ലൗ നേടിയത്. 16 ക്ലീൻ ഷീറ്റുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒപ്പം തന്നെ വില്യം സാലിബയുണ്ട്. എല്ലാ മിനിറ്റുകളും, അതായത് ഗണ്ണേഴ്സ് കളിച്ച എല്ലാ മിനിറ്റുകളും കളിക്കളത്തിലുണ്ടായിരുന്ന താരമാണ്. സോ അദ്ദേഹത്തോടൊപ്പം തന്നെ ഗബ്രിയൽ മെഗല്ലസ് ഇടം പിടിക്കുന്നു. ത്രൂ ഔട്ട് ദി സീസൺ വളരെ മികച്ച രൂപത്തിലാണ് അദ്ദേഹത്തിന് ഡിഫൻസീവ് പെർഫോമൻസ് ഉണ്ടായിരുന്നത്. പിന്നെ ഗണ്ണേഴ്സിൻ്റെ ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ് ഈ ഒരു ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്തായാലും മിന്നും പ്രകടനമാണ് 25-കാരനായിട്ടുള്ള താരം പോയ സീസണിൽ നടത്തിയിരുന്നത്. ഇനി നോക്കുക, ആഴ്സണലിലേക്ക് വരുമ്പോൾ ഡെക്ലാൻ റൈസ് അദ്ദേഹം ആഴ്സണലിലെ തൻ്റെ ഫസ്റ്റ് സീസണിൽ മികച്ച പ്രകടനം നടത്തുകയുണ്ടായി. 38 ലീഗ് അപ്പിയറൻസുകൾ അദ്ദേഹം പോയ സീസണിൽ നടത്തി എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സോ അദ്ദേഹവും ഈ ഒരു ടീം ഓഫ് ദി ഇയറിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി സിറ്റിയും ആഴ്സണലും അല്ലാതെ പുറത്തേക്ക് പോയ 2 താരങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഒന്ന് വെർജിൽ വാൻ ഡൈക്കാണ്. വാൻ ഡൈക്കിനെ സംബന്ധിച്ചിടത്തോളം എവർ റിലയബിൾ എന്ന് തന്നെ പറയണം. ഒരിക്കൽ കൂടി അദ്ദേഹം PFA ടീം ഓഫ് ദി ഇയറിൽ ഇടം പിടിക്കുന്നു. 48 അപ്പിയറൻസുകളാണ് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് പോയ സീസണിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. 4ാം തവണയാണ് അദ്ദേഹം PFA പ്രീമിയർ ലീഗ് ടീം ഓഫ് ദി ഇയറിൽ ഇടം പിടിക്കുന്നത്. കൂടാതെ ഒലീവ് വാറ്റ്കിൻസ് ഉണ്ട്. ആസ്റ്റൺ വില്ലയുടെ മുന്നേറ്റത്തിൽ ഗോളടിച്ചുകൊണ്ട് മികവ് കാട്ടിയ ഒലീവ് വാറ്റ്കിൻസ് ഇടം പിടിക്കുന്നു PFA ടീം ഓഫ് ദി ഇയറിൽ. അപ്പോൾ ഇത് നമ്മളൊരു 11 രൂപത്തിൽ പറഞ്ഞാൽ എങ്ങനെയിരിക്കും നോക്കാം. കളിക്കാൻ ഇറങ്ങുന്ന 11 രൂപത്തിൽ ഗോൾ കീപ്പർ ഡേവിഡ് റയ, ഡിഫൻസിൽ വാക്കർ ഉണ്ട്, വില്യം സാലിബയുണ്ട്, വെർജിൽ വാൻ ഡൈക്ക് ഉണ്ട്, ഗബ്രിയൽ മെഗല്ലസ് ഉണ്ട്. മധ്യനിരയിൽ ഡെക്ലാൻ റൈസ്, റോഡ്രി, മാർട്ടിൻ ഒഡേഗാർഡ്. മുന്നേറ്റത്തിൽ ഫിൽ ഫോഡൻ ഉണ്ട്, എർലിംഗ് ഹാലൻഡ് ഉണ്ട്, ഒലീവ് വാറ്റ്കിൻസ് ഉണ്ട്. ഇതാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ ടീം ഓഫ് ദി ഇയർ, PFA പ്രീമിയർ ലീഗ് ടീം ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.